തിരുവനന്തപുരത്ത് പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറെ പഞ്ചായത്ത് അംഗങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നു. നെയ്യാറ്റിൻകര അതിയന്നൂർ ഗ്രാമപഞ്ചായത്തിലാണ് സംഭവം. ലൈഫ് പദ്ധതി വീടുകളെ പഞ്ചായത്ത് സെക്രട്ടറി വിയോജനക്കുറിപ്പ് എഴുതി അട്ടിമറിച്ചു എന്ന് ആരോപിച്ചാണ് ഈ പ്രതിഷേധം. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത്. ഉമേഷ്, ഈ പ്രതിഷേധം തുടരുകയാണോ ഇപ്പോഴും? ഈ ഉന്നത ഉദ്യോഗസ്ഥരെ അവിടെ ഈ പഞ്ചായത്ത് അംഗങ്ങൾ ചേർന്ന് ഖരാവോ ചെയ്യുന്നു, തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന നിലയാണോ ഇപ്പോഴും? ഇപ്പോഴും ആ പ്രതിഷേധം തുടരുകയാണ്. അതിയന്നൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ പ്രതിഷേധങ്ങളുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുൻപ് തുടർച്ചയായ 2 ദിവസം പഞ്ചായത്ത് സെക്രട്ടറിയെ പഞ്ചായത്ത് അംഗങ്ങൾ സംയുക്തമായി തടഞ്ഞു വെച്ചിരുന്നു. 199 ലൈഫ് പദ്ധതി വീടുകളുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷയിൽ മേലാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. 199 ലൈഫ് പദ്ധതി മേലുള്ള അപേക്ഷകളിൽ പഞ്ചായത്ത് സെക്രട്ടറി വിയോജനക്കുറിപ്പ് എഴുതി. അതിൽ പറയുന്ന കാരണം ഇത്തരത്തിൽ നിലവിൽ നടക്കുന്ന ലൈഫ് പദ്ധതി വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയതിന് ശേഷം പുതിയ വീടുകൾക്ക് നൽകിയാൽ മതി എന്നുള്ള തീരുമാനം ആണ് സർക്കാരിൻ്റെ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ വിയോജനക്കുറിപ്പ് എഴുതിയത് എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചത്. അതിനുശേഷം ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഇന്നു മുതൽ ലീവിലാണ്. അതേ തുടർന്ന് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഈ പഞ്ചായത്ത് അംഗങ്ങളുമായി ചർച്ച നടത്തി. അപ്പോഴും പരിഹാരമുണ്ടായില്ല. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അടങ്ങുന്ന ഉദ്യോഗസ്ഥരെ ഈ ജീവനക്കാർ തടഞ്ഞു വെച്ചു. അതിനുശേഷം ഇന്ന് വൈകിട്ടോട് കൂടിയാണ് പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ അവിടെ എത്തുന്നത്. അതിനുശേഷം പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറെയും ഇപ്പോൾ തടഞ്ഞു വെച്ച് ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. അതിനു മുൻപ് അതായത് എല്ലാ പാർട്ടി അംഗങ്ങളുടെ പ്രതിനിധികളുമുണ്ട്. അതായത് BJP, കോൺഗ്രസ്, CPM അടങ്ങുന്ന എല്ലാ മെമ്പർമാരും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്. പുറത്ത് നേരിയ സംഘർഷാവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ട്. പോലീസ് ഇപ്പോഴും വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. പോലീസ് ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള മുകളിൽ നിന്നുള്ള നിർദ്ദേശം വന്നാൽ ബലം പ്രയോഗിച്ച് ഈ പഞ്ചായത്ത് അംഗങ്ങളെ മാറ്റി തീരുമാനമെടുക്കാമെന്നുള്ള നിലപാടിലാണ്. ഇപ്പോൾ ഈ റൂം, അതായത് കമ്മിറ്റി കൂടുന്ന റൂം പൂർണ്ണമായി അകത്തുനിന്ന് പൂട്ടി ഇട്ടേക്കുന്ന നിലയാണ്. എന്തായാലും പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്ന പ്രതിഷേധത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ വേർഷനാണ് ഇന്നത്തെ ഈ ഒരു പ്രതിഷേധം. എന്തായാലും ഇപ്പോഴും തുടരുന്നുണ്ട്. പോലീസ് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് അതിയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ വിഷയത്തിൽ ഇടപെടുമോ എന്നറിയില്ല. അവർ ഏതോ നിർദ്ദേശത്തിന് വേണ്ടി കാക്കുന്നു എന്നാണ് ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത്.